ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, നിങ്ങളുടെ പ്രിയപ്പെട്ട ഷോസ് കാണൂ. നീ വേണമെങ്കിൽ ഇവന്റെ കൂടെ പുറത്തോഴി, ശാലിനി അവിടെ അല്ലേ? ഇവനാകുമ്പോ ഇവിടെ ഒരു കൂട്ടുവാവും. കടത്തന്നെ കിടക്കേണ്ടി വന്നാലും അവളോട് യാചിക്കാൻ സത്യഭാമയെ കിട്ടില്ല. ഭാമേ, ഞാൻ പറയുന്നത് എന്താന്ന് വെച്ചാ എനിക്കൊന്നും കേൾക്കണ്ട. അഭിമാനം വിറ്റ് ഈ വീട് സ്വന്തമാക്കിയിട്ട് ഒരു രാത്രി പോലും സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ എനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്തിനാ രാഘവേട്ട ഞാൻ പിന്നെ ആ സാഹസത്തിന് നിൽക്കുന്നത്? വീട് പോട്ടെ, സ്ഥലവും പോട്ടെ, എല്ലാം പോട്ടെ, എന്നാലും അവളുടെ കാല് പിടിക്കാൻ എന്നെ കിട്ടില്ല. പകരം എന്നോട് എന്റെ ജീവൻ കളയാൻ പറഞ്ഞു. ഞാനത് സന്തോഷത്തോടെ ചെയ്യും. എന്നാൽ ഇത് സത്യഭാമ ചെയ്യില്ല. ഈശ്വര, അവിടുന്ന് നിശ്ചയിച്ച എന്താന്ന് വെച്ചാ അത് തന്നെ നടക്കട്ടെ. എന്റെ വീട്ടിൽ നീ ഇനി വേണ്ട. പോരി. വിഷ്ണുവേട്ടാ, എന്നെ ഇവിടെ ഇറക്കിയാൽ മതി. ഇവിടെയാ? അല്ല, അതുകൊണ്ട് ഞാൻ വീട്ടിലേക്കാ, ഞാൻ അങ്ങോട്ടാക്കാം. അത് വേണ്ട വിഷ്ണുവേട്ടാ, എനിക്ക് ഇപ്പൊ വീട്ടിലേക്ക് വരാനാവില്ല. എന്റെ മനസ്സ് വല്ലാതെ തകർന്നിരിക്കുക. അതുകൊണ്ട് കുറച്ചു നേരം എനിക്ക് എവിടെയെങ്കിലും ഇരിക്കണം. അപ്പോ എന്റെ മനസ്സൊന്ന് ക്ലിയർ ആവും. എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വെക്കോളാം. ഏയ്, അതൊന്നും വേണ്ട ക്ഷമേ. ആ ചന്ദ്രബോസ് അങ്ങനെ പറഞ്ഞോണ്ടാണോ? ക്ഷമ, അവരൊക്കെ പറയുന്നിട്ട് നമ്മൾ നമ്മുടെ മനസ്സ് വേദനിപ്പിക്കാൻ നിന്നാ അതിനൊക്കെ നേരം കാണുള്ളൂ. ക്ഷമ, നമ്മൾ ചിലത് കണ്ടില്ല കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് വിടണം. വിഷ്ണുവേട്ടനെ എന്റെ സ്വന്തം ഏട്ടനായിട്ടാ ഞാൻ കണ്ടിരിക്കുന്നത്. ആ പറഞ്ഞതല്ല അങ്ങനെ അങ്ങ് തള്ളിക്കളയാൻ എനിക്ക് ആവില്ല. പിന്നെ രോഹിത് എന്നെ വെറുക്കുന്നു എന്റെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞ് അതൊന്നും മനസ്സിൽ നിന്ന് കളയാൻ പറ്റുന്നില്ല. ഓർക്കും തോറും വല്ലാത്തൊരു വീർപ്പ് മുട്ടല്ല. ചിലപ്പോ കുറച്ചു നേരം ഒറ്റയ്ക്കിരുന്ന അതൊക്കെ അങ്ങ് മാറിപ്പോയേക്കാം. ഞാൻ അതുകൊണ്ടാ പറയുന്നത്, എവിടെയെങ്കിലും കുറച്ചു നേരം ഒന്ന് തനിച്ചിരുന്നോട്ടെ. ശ്യാമേ, എന്ന് വെച്ച് നിന്നെ എനിക്ക് വഴിയിൽ ഒറ്റയ്ക്ക് പോകാൻ പറ്റുമോ? മനസ്സും മരവിച്ച എന്റെ ജീവിതം പാതി വഴിയിലായി പോയതിനോളം വരില്ലല്ലോ ഇതൊന്നും. വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. പിന്നെ ഞാൻ എന്തെങ്കിലും കടുങ്കൈ കാണിക്കുന്നുള്ള പേടി കൊണ്ടാണേ ഞാൻ ഉറപ്പ് തരാം. അങ്ങനൊരു മണ്ടത്തരത്തിനും ശ്യാമ ഇനി നിൽക്കില്ല. എന്നാൽ ശ്യാം, വിഷ്ണുവേട്ടാ, എനിക്കൊന്ന് തനിച്ച് നടക്കണം. എങ്കില് എന്റെ തലയ്ക്കകത്തെ മരവിപ്പൊന്ന് മാറും. വിഷ്ണുവേട്ടാ, ദയവ് ഇത് വണ്ടി ഒന്ന് നിർത്ത്. വിഷ്ണുവേട്ടാ, നിർത്ത്. വിഷ്ണുവേട്ടൻ പൊയ്ക്കോളൂ, ഞാൻ വന്നേക്കാം. ഞാൻ പറഞ്ഞില്ലേ വിഷ്ണുവേട്ടാ, അല്പസമയം ഒന്ന് തനിച്ചിരുന്ന എന്റെ മനസ്സൊന്ന് ശാന്തമാകും. എന്നിട്ട് ഞാൻ വന്നേക്കാം. വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. വിഷ്ണുവേട്ടൻ പൊയ്ക്കോ. വന്നേക്കണേ. വന്നേക്കാം.
വേണമെങ്കിൽ ഇവന്റെ കൂടെ അങ്ങ് പുറത്തോഴി. ശാലിനി അവിടെ അല്ലേ? ഇവനാകുമ്പോ ഇവിടെ ഒരു കൂട്ടുവാവും. കുഞ്ഞേ, ഞാൻ കുഞ്ഞിനെ തന്നെ നോക്കി നടക്കുമായിരുന്നു. മനസ്സിലായില്ലേ? ഞാൻ സത്യമയുടെ വീട്ടിൽ നിന്നാ. പേര് രമണൻ പിള്ള. എനിക്കറിയാം. മോളെ, എനിക്ക് ശാലിനി കുഞ്ഞിനെ ഒന്ന് കാണണം. മാഡം ഒരു വീഡിയോ കോൺഫറൻസിലായിരുന്നു. കഴിഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഒന്ന് നോക്കാമോ? വളരെ അത്യാവശ്യമുള്ളൊരു കാര്യത്തിനായിട്ടാ ഞാൻ വന്നത്. ആ വീട്ടിലെ അവസ്ഥ അത്രയ്ക്ക് ബുദ്ധിമുട്ടില്ല. അതാ ഞാൻ തന്നെ പോകുന്നത്. എന്നാ ഞാനൊന്ന് നോക്കട്ടെ. പിള്ളച്ചേട്ടനൊന്ന് വെയിറ്റ് ചെയ്യ്. ശരി. Okay, take up this project if you can. I will guarantee, definitely it will benefit you. That's okay. Definitely meet you in person. Yeah, sure. Thank you. മാഡം, സത്യമ്മയുടെ വീട്ടിലെ പിള്ളച്ചേട്ടൻ കാണാൻ വന്നിട്ടുണ്ട്. പിള്ളച്ചേട്ടൻ ഇവിടെ എന്തോ അത്യാവശ്യ കാര്യം സംസാരിക്കാനുണ്ടെന്നാ പറഞ്ഞത്. അനു, എനിക്കൊരു ഹെൽപ്പ് ചെയ്യോ? സത്യമോളെ വീട്ടിലേക്കൊന്ന് ഡ്രോപ്പ് ചെയ്യോ? ഞാൻ ഇത് കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നേക്കാം. അതിനെന്താ മാഡം, ഞാൻ മോളെ പോയി വിളിച്ചോളാം. എങ്കിൽ പിള്ളച്ചേട്ടനോട് കയറി വരാൻ പറ. അനു പൊയ്ക്കോ. ഇല്ലെങ്കിൽ സത്യ കാത്തുനിന്ന് മടുക്കും. ഓക്കെ മാഡം. എന്തിനായിരിക്കും പിള്ളച്ചേട്ടൻ വന്നത്? വരൂ, മാഡം വിളിക്കുന്നുണ്ട്. കുഞ്ഞേ, പിള്ളച്ചേട്ടാ വരൂ. കുഞ്ഞേ. ഇരിക്കു പിള്ളച്ചേട്ടാ. വേണ്ട കുഞ്ഞേ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കു പിള്ളച്ചേട്ടാ. ഇനി പറയൂ, എന്തൊക്കെയുണ്ട് വിശേഷം? അവിടെ ഇപ്പോ വിശേഷങ്ങളുടെ ഒരു ബഹളമാ കുഞ്ഞേ. മോൾ അവിടുന്ന് ഇറങ്ങിയതിന് ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ കുഴപ്പത്തിലേക്കാ നീങ്ങുന്നത്. ഞാനിവിടെ വന്ന കാര്യമോ ഇങ്ങനൊക്കെ പറഞ്ഞ കാര്യങ്ങളോ സത്യം അറിയരുത്. അറിഞ്ഞാ പിന്നെ ഞാൻ... എനിക്കറിയാലോ സത്യമ്മയുടെ കാര്യങ്ങള്. ഒരാവശ്യമില്ലാതെ എടുക്കുന്ന വാശി, ആ വാശി തന്നെയാ സത്യമ്മയെ തകർക്കുന്നത്. ഇനിയിപ്പോ തകരാനായിട്ട് ഒന്നുമില്ല മോളെ. എല്ലാം തകർന്ന് തരിപ്പണമായിരിക്കുക. എന്തൊക്കെയോ കാര്യങ്ങൾ തന്നിഷ്ടത്തോടെ ചെയ്തു. അതൊക്കെ ഇപ്പോ വൻ ബാധ്യതയായിട്ട് മുന്നിൽ വന്ന് നിൽക്കുക ഇങ്ങനെ.